Come in. Excuse me. ഞാൻ ബേലയുടെ ഒരു ഫ്രണ്ടാണ്. ഐ കെയിം ടു സീ ഹർ. ബേല? ഐ ആം സോറി. ഇസബെല്ല. You are Mr. ഉണ്ണികൃഷ്ണ മേനോൻ. കഴിഞ്ഞ സീസണിൽ ഇസബെല്ല എന്റെ ഗൈഡായിരുന്നു. നീ എന്തിനാ ഇവിടെ വന്നത്? Go inside. Go. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇസയെ ട്രാപ്പ് ചെയ്ത മനുഷ്യൻ വീണ്ടും വന്നിരിക്കുന്നു അവളെ കൊടുക്കാൻ. ഇസബെല്ലയോട് പറയൂ ഞാൻ അന്വേഷിച്ചു. നിൽക്കൂ. അവൾ ഏൺ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഷീ ഈസ് മാഡ് ആഫ്റ്റർ യു. എന്റെ ഇസയെ സ്പോയിൽ ചെയ്യരുത് പ്ലീസ്. Padma, yes? Tell me, in which room he is staying? Who? Oh, പുറത്തു പോയിട്ട് വന്നില്ലല്ലോ. Thanks. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ മോനുവിനെ? ഇവിടെ ഒന്ന് നിൽക്കാൻ ആരാ പറഞ്ഞേ? നീയല്ലേ ഒരിക്കൽ എന്നോട് പറഞ്ഞത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ സൂയിസൈഡ് പോയിന്റ് ആണെന്ന്? എനിക്കിപ്പോ ഈ സ്ഥലം ഇഷ്ടമല്ല. എന്റെ മമ്മ, ടോണി, പിന്നെ പിന്നെ അത് പോട്ടെ, എന്റെ ബ്ലാക്ക് പേൾ എവിടെ? എന്താ മോനു കാലിന്? ഒന്നുമില്ല. അല്ല, എന്തു പറ്റി? എന്നോട് പറയൂ. കണ്ടമാനം കള്ളു കുടിച്ചാൽ ഓടിക്കുന്ന കാറിന്റെ വേഗത കൂടും. കാറിന് കണ്ടമാനം വേഗത കൂടിയാൽ ചിലപ്പോ അകത്തിരിക്കുന്ന ആൾ കുറച്ചു നാൾ ഇങ്ങനെ ഒന്ന് മുടന്തി നടക്കേണ്ടി വരും.
ഒരു ജർമ്മൻ മദാമ തന്നതാ ഈ ലൈറ്റ്. ഞാൻ മോനുവിന് വേണ്ടി സൂക്ഷിച്ചതാ. ഞാനായിരിക്കണം ആദ്യം ഇത് കത്തിക്കുന്നത്. ഞാൻ സിഗരറ്റ് വലി നിർത്തി വേല. ഞാൻ ഫുഡ് പറയട്ടെ? അല്പം കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഭക്ഷണത്തിന് മുമ്പുള്ള 3 പെഗ് വിസ്കി അതെടുക്കട്ടെ? ഞാൻ ഡ്രിങ്ക്സ് നിർത്തി. അപ്പൊ മോന് പുണ്യോളനായി. ഇനി ഒരു ലോഹ കൂടി മതി. എവിടെ എനിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ പെർഫ്യൂം? മോനു എന്താ അസുഖം? എന്ത് അസുഖം ഇല്ലാത്തതെന്ന് ചോദിക്കൂ വേല. മോനോ? എനിക്കതിനാരോടും പരാതിയില്ല. എന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ വേഗത അതിന്റെ ശിക്ഷയാണത്. വേല, നേരം വൈകി. നീ വീട്ടിലേക്ക് പോകും. സിഗരറ്റും ഡ്രിങ്ക്സും ഒഴിവാക്കിയതുപോലെ മോനു എന്നെ ഒഴിവാക്കുകയാണോ? അല്ല ബേല, വീട്ടിൽ മമ്മയും ടോണിയും മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോഴാണ് എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലായത്. മനസ്സിലായപ്പോ മടുപ്പ് തോന്നുന്നു. അതല്ലേ സത്യം? നിന്നെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വേദന തോന്നുന്നു. അതാണ് സത്യം. മോനോനറിയാമോ, ഒരിക്കൽ എന്റെ വീട് സ്വർഗമായിരുന്നു. എ റിയൽ ഹെവൻ. ഇന്നെന്റെ ജീവിതം ഒരു സ്വപ്നത്തിന് പിന്നാലെയാണ്. ഒരു കൊച്ചു വീട്, എ സ്വീറ്റ് ഹോം, മുറ്റം നിറയെ പൂക്കൾ, മിനുസമായ നിലത്ത് ഓടിക്കളിക്കുന്ന കുഞ്ഞിക്കാലുകൾ. ബട്ട് എനിക്കിതൊന്നും തയ്യാറെടുപ്പുകളില്ലാതെ വരുംവരായികൾ നോക്കാതെയാണ് ഞാൻ പറയുന്നത്. ബേല, നീ എന്നോടൊപ്പം വരൂ. ഇത്തവണ ഞാൻ മടങ്ങിപ്പോകുമ്പോൾ നീയും എന്നോടൊപ്പം ഉണ്ടാവും. നിനക്കൊരാളെ കിട്ടിയപ്പോൾ നീ ഈ മമ്മയെ മറന്നു, എന്റെ ടോണിയെ മറന്നു. നീ പോയി അയാളുമൊത്ത് സുഖമായി ജീവിച്ചോ? ഞങ്ങളില്ല. എന്റെ ടോണി ആരുടെയും ആട്ടും തുപ്പും കൊള്ളില്ല. പക്ഷേ നീ ഞങ്ങളെ വിട്ടുപോയാൽ ഒരു നിമിഷം ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. ഓടുന്ന ട്രെയിനിന്റെ മുമ്പിൽ കയറി നിൽക്കാൻ കാശ് ചെലവൊന്നുമില്ലല്ലോ. ഡാഡി ഇല്ലാതെ പോയതുകൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്.